മസ്ലഹത്ത് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൻ്റെ ഉടനെ തന്നെ മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആദരണീയനായ കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് KS അബ്ദുള്ള സാഹിബ്, അദ്ദേഹത്തെയാണ് ബഹുമാനപ്പെട്ട ശംസുലമ അക്കാര്യത്തിൽ മുന്നിലിറക്കിയിരുന്നത്. ശംസുലമക്ക് ഈ വിഷയം അവസാനിപ്പിക്കണം, യോജിച്ച് നിൽക്കണം എന്ന താല്പര്യം ഉണ്ടായപ്പോൾ KS അബ്ദുള്ള സാഹിബ് മുന്നിലിറങ്ങിക്കൊണ്ട് മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നു. ശംസുലമ തന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ, KS അബ്ദുള്ള മുസ്ലിം ലീഗ് നേതാവാണ്, അവരെയാണ് ഇതിനെ മധ്യസ്ഥരായിക്കൊണ്ടൊക്കെ പറയുന്ന സമയത്ത് എടുക്കാറുള്ളത്. ശംസുലമയും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മസ്ലഹത്ത് ശ്രമം നടക്കുമ്പോൾ അവർ മുഷാവറ കാലഘട്ടത്തിലൊക്കെ എടുത്ത തീരുമാനം, മസ്ലഹത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവണം. മസ്ലഹത്തിന്റെ അവസാന പ്രഖ്യാപനം ആയി രണ്ട് വിഭാഗം സുന്നികളും ഒന്നിച്ചെന്ന പ്രഖ്യാപനം നടത്തേണ്ടത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവണം. പിന്നെ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് സമസ്ത മുഷാവറ, സമസ്ത ഉലമാക്കൾ അങ്ങനെ തന്നെ പറഞ്ഞു. കാട്ടുകളെ നൗസാദിന്റെ വാദം പിടിയാണ്. ശംസുലമ ഐക്യത്തിനും മസ്ലഹത്തിനും മുന്നിട്ടിറങ്ങിയിരുന്നു. മുന്നിട്ടിറക്കിയ ആളുകളാണ് ഇപ്പം നാസർ ഫൈസി പറയുന്നത്. കാട്ടുകളെന്താ പറഞ്ഞേ, കാട്ടുകളന്മാരൊക്കെ പറഞ്ഞേ ഇവർ സുന്നിയല്ല എന്ന് ശംസുലം പറഞ്ഞത്. എങ്ങനെ ആക്കിയാൽ സുന്നി അല്ലെങ്കിൽ ശംസുലം മസ്ലഹത്തിന് ഇറങ്ങുമോ, ആളാക്കുമോ? അതിൽ അപ്പുറത്തുള്ള രണ്ട് ഭാഗത്തിനും തർക്കമില്ല. ശംസുലമ മസ്ലഹത്ത് ആഗ്രഹിച്ചിരുന്നു. അവസാന കാലത്ത് കൂട്ടരും യോജിച്ച് പോകണമെന്ന് ശംസുലമക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ശംസുലമന്റെ ആളുകളാണെന്ന് പറയുന്നത് അപ്പുറത്തുള്ള രണ്ട് ഭാഗവും ഇത്തിഫാക്കാണ്. ഈ കാട്ടുകളന്മാർ മാത്രമുണ്ട് ശംസുലമ സുന്നിയല്ല എന്ന് പറഞ്ഞത്. സുന്നത്തേക്കാൾ സുന്നിയാണ്. ശംസുലം അത് മാറിയിട്ടില്ല. എന്നിട്ട് പോകാൻ നമ്മോട് ചോദിക്കാം, നന്നാക്കണമെന്ന് തെളിവുകൊണ്ടിരിക്കും. നന്നാക്കണം, അതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യണം. അതിന് ശംസുലം രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ മസ്ലഹത്ത് നടന്നിട്ടില്ല, പല കാര്യങ്ങളും അത് അങ്ങോട്ട് കൂട്ടായി പോയി. ശംസുലമന്റെ ആഗ്രഹം എന്താണ്? ഇരു സമസ്തയും ഇരുഭാഗവും യോജിച്ച് ഐക്യത്തിൽ പോകണം. അത് സുന്നി ആയതുകൊണ്ടല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞ് ശംസുലം മാറിക്കണമെന്ന് പറഞ്ഞേ. പിന്നെ നന്നാക്കുന്നതിന് തെളിവ് കൊണ്ടുപോകാം. ശംസുലം അങ്ങോട്ട് നന്നാക്കുന്ന തെളിവോടെ നന്നാക്കുന്ന ആരാ പറഞ്ഞേ? എല്ലാവർക്കും പറഞ്ഞല്ലേ. പക്ഷെ നന്നാകാനുള്ള സംഗതി ചെയ്യാൻ വേണ്ടി മസ്ലഹത്തിന് വേണ്ടി ആളുകൾ അങ്ങോട്ട് കൂടെ നിയമിച്ചിട്ടുണ്ട്. ഇനി ശംസുലമന്റെ ആദ്യ കാലത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പിന്നെ ശേഷമുള്ളവരും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്നുള്ളവരും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയില്ല. ഒരു കാട്ടുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ വലിയ ആനത്തോടെ കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞല്ലേ. ചെവന്റെ വാദം ഈ നാസർഫൈസിന്റെ ഇതോട് കൂടി അത് മുട്ടിപ്പൊളിഞ്ഞ് പളിസാകാൻ അങ്ങനെ വെല്ലുവിളിച്ച നമ്മളാ അതൊക്കെ അടുക്കളയും മതി. ഞാൻ പറഞ്ഞേ ഇങ്ങനെ പലതുണ്ട് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ ഐക്യമൊക്കമാകാം, ആദർശം വിട്ടിട്ടുള്ള ഒരു ഐക്യ ചർച്ചയും ഒന്നും ഇവിടെ വില പോകില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അത് അനുവദിക്കുകയുമില്ല. അതിനാരും അങ്ങനെ കച്ചകെട്ടി ഇറങ്ങാൻ നിൽക്കണ്ട. കാട്ടുകളും സമതേ എനിക്ക് എന്ത് അധികാരം ഹംക്കേത് പറയാനേ? ആദർശം വിട്ടിട്ടുള്ള ഐക്യം ഇവിടെ സ്വീകാര്യമല്ല. ഇജിപ്പോൾ ഐക്യമായല്ലോ. ഇജും കാട്ടുകളെ നൗഷാദൊക്കെ ഇപ്പോൾ ശംസുലമയുടെ ആളുകളാണ്, ഞങ്ങളെ അംഗീകരിക്കുന്നു. ചെറുശ്ശേരി സ്ഥാനം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇഫ്രിത്തങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളും പോലും തമ്മിൽ എന്ത് ആദർശം എന്താണല്ലേ? കാട്ടുകള പറയടാ ഹംക്കെ. ഈ ഗ്രൂപ്പിലുണ്ടല്ലോ, ഇറങ്ങി വരാൻ തയ്യാറുണ്ട്. ഈ വോയിസ് അവർക്ക് വിട്ടവർക്ക്. എന്നിട്ട് ഓനെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയും അവനോട്. എന്നിട്ട് നമ്മളൊന്ന് മുട്ടുക. ഞാൻ കാണിച്ചാൽ നിങ്ങൾ ഐക്യമായ ആളുകളും നിങ്ങളും തമ്മിൽ ഒരു ആദർശ ബന്ധമില്ല. നിങ്ങൾ രണ്ടും രണ്ടാടോ. ആനി എണ്ണ മാറ്റണ്ടേ? എന്നിട്ട് നിങ്ങൾ ഐക്യമായല്ലോ. എന്തുകൊണ്ട്? എൻ്റെ ഷെയ്ഖ് കാട്ടുകളുടെ നയം നിങ്ങളെ ഗുരുവട്ടികളുടെ നയം ആദ്യം ഒന്ന് കണ്ടോളി. എന്നിട്ട് അപ്പുറത്തുള്ള നയം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ ഐക്യം അയക്കണമല്ലോ. ഐക്യം അയച്ചില്ല എന്ന് പറയരുത്. ആ ക്ലിപ്പൊക്കെ നമ്മൾ കാണിച്ചാണ്. ഇപ്പം നിരന്തരം ഞങ്ങൾ സംശയം ത്വരീക്കത്തിലാണ്, ശരീഅത്തിലാണ്, ഹക്കീക്കത്തിലാണ്, മഅരിഫത്തിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ. ഞങ്ങൾ ചെറിയ സ്ഥാനത്ത് കൂടെയാണ്. എന്നാ പോലെ ആശയം എന്താണ് കാട്ടുകള്ളന്മാരെ? എങ്ങനെ നിങ്ങൾ ഐക്യമായി? എങ്ങനെ നിങ്ങൾ ഓലപ്പം കൂടി? ഓല ആദർശം തിരുത്തിക്കണോ? അതല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിക്കണോ? നിങ്ങളിവിടെ പറഞ്ഞ ആശയങ്ങൾ തിരുത്തിക്കണോ? ഓലിവിടെ പഠിപ്പിച്ച ആശയം ഓല് തിരുത്തിക്കണോ? ഇല്ല. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഓലെ കൂടെ കൂടി എങ്ങനെയാ? എന്നിട്ടാണോ അജ്ജൊക്കെ ഞങ്ങൾ ഐക്യം പഠിപ്പിച്ചത്? കാർലഹാംക്കെ ഇജ തലീകെട്ടിട്ട് പോത്തോളം വലിപ്പല്ലേ ഇല്ലേ? ഇതെന്താ മനസ്സിലാക്കിയത്? കണ്ടോ എൻ്റെ കാട്ടുകളുടെ നയം ആദ്യം പറയട്ടെ. എൻ്റെ അളിയൻ്റെ അതുകൊണ്ട് തന്നെ വഹാബിയോടുള്ള കടുത്ത ദേഷ്യമാണ് ഉസ്താദ് അവരുടെ ഒന്നാമത്തെ നയം. അതുപോലെ ഷഹർ മുബാറക്കിനോടുള്ള ആദരവ്, അതിനെ നിസ്സാരമാക്കുന്നവരോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഉസ്താദിന്റെ അടിസ്ഥാന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് ചോദ്യകർത്താക്കൾക്ക് ഞാൻ അവസരം കൊടുക്കുകയാണ്. കേട്ടില്ല കാട്ടുകള്ള? എൻ്റെ അളിയന്റെ നയം എന്താ? വഹാബികളോടുള്ള കടുത്ത ദേഷ്യമാണ്, ഷെയർ മാർക്കിനോടുള്ള ആദരവ്, അതിനെ നിന്ദിക്കുന്നവരോടുള്ള കടുത്ത വെറുപ്പ്, ഇതൊക്കെ എൻ്റെ കാട്ടുകളുടെ നയങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പം നേരെ തിരിച്ചല്ലേ. നിനക്ക് വഹാബിയോട് കടുത്ത വെറുപ്പാ, ഷെയർ മാർക്കിന്റെ വിരോധികളോട് കടുത്ത വെറുപ്പാ. അപ്പം ആരുണ്ടോ? അപ്പോൾ അല്പം കുടിക്കല്ലേ അല്ലേ? അതടക്കട്ടെ. ഈ വഹാബിയോടുള്ള വെറുപ്പ് എടുക്കുക നമ്മൾ. വഹാബിയോട് കടുത്ത വെറുപ്പാണ് ആർക്ക്? ഇവൻ്റെ കാട്ടുകളന്. എന്നാലോ ബൈക്കായ ആളുകളോ? ഇതാണ് ഇവൻ്റെ നയം. ഈ നയം ഒന്നും തിരുത്തിയിട്ടില്ല കേട്ടോ. ഈ നയം തിരുത്തിയിട്ടില്ല. കാട്ടുകളൻ സമുദായം തിരുത്തിക്കണോ? എന്നെ വെല്ലുവിളിക്കുന്നു. തിരുത്തിക്കണി കൊണ്ടുപോവാ. ഞാൻ എൻ്റെ കാട്ടുകളൻ നൗഷാദ് ഒന്നും കൂടി പറയട്ടെ.
അതുകൊണ്ട് പറയട്ടെ, അനസ് മൗലവി, നിങ്ങൾക്ക് നിസ്കരിക്കാനെന്നല്ല, നിങ്ങളൊരു വഴിയിൽ വരുന്നുണ്ടെങ്കിൽ വേറെ വഴി കിട്ടിയാൽ ഞങ്ങൾ അതിൽ പോകും കേട്ടോ. നിങ്ങളെ കാറ്റ് പോലും ഞങ്ങൾക്ക് അലർജിയാണ്. തീർത്തു പറയുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. ശരി, കേട്ടില്ലേ? വഹാബികൾ വൈക്ക് വരണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴി മാറിയിട്ട് വേറെ വഴി കിട്ടണം, കൂടെ പോട്ടോ. നിങ്ങളെ കാറ്റ് തട്ടൽ പോലും ഞങ്ങൾക്ക് അലർജിയാണ് കേട്ടോ. അല്ലേ കാട്ടുകള സമത? ഇതല്ല നിങ്ങളെ നയം. എന്നാൽ നിങ്ങളിപ്പോൾ ഞങ്ങൾ ചെറുശേരിന്റെ മാർഗത്തിലാണ്, ശംസുലമിന്റെ മാർഗത്തിലാണ്, ഞങ്ങളോട് ഐക്യമായിട്ടുണ്ട്, വില കൂടെയാണ്. ഞങ്ങൾ ശരീരത്തും ത്വരീക്കത്തും ഹഖീഖത്തും മഅരിഫത്തും ശംസുലമയാണ്. അല്ലേ, ഇത് നിങ്ങൾ തിരിച്ചില്ലല്ലോ. എന്നാൽ നിങ്ങൾ ഐക്യമായ ആളുകളെ ആദർശം കേട്ടോ. പറയടാ മറുപടി. ഇതൊക്കെ തീരുമാനമാക്കിയിട്ട് മതി ഞങ്ങളേക്ക് വരല്ലേ, മനസ്സിലാക്കിക്കോ. അതാ ഞാനൊരു ഗ്രൂപ്പിൽ വരാൻ പറഞ്ഞേ. ഒറ്റെന്നേ ഞാൻ കാണിക്കണുള്ളൂ. ഇതിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ വിഷയം എടുത്താലും നിങ്ങൾ പോലും തമ്മിൽ ഒരു ബന്ധമില്ല ആദർശപരമായിട്ട്. എന്നിട്ട് പോലപ്പം നിങ്ങൾ കൂടി. അപ്പം ഈ ആദർശം കൂടെ ഈ വഹാബികളുടെ വെറുപ്പ്, ഈ വഹാബി ബന്ധവിച്ഛേദനം, അതോടെ അത് നിങ്ങളെ പോലെ ഓൽക്കുണ്ടോ? ഓലെന്താ വാദം? ഒരു പ്രത്യേക സന്ദർഭത്തിലും സാഹചര്യത്തിലും ഈ പറഞ്ഞ വഹാബികളോട് ഐക്യമാകാം, ഓലോട്ടേക്ക് വരാൻ പാടില്ല നിങ്ങളെ വാദം. ഓല് വരുന്ന വൈക്ക് പോകാൻ പാടില്ല, എന്നാലോ ഓലെ കൂടെ തന്നെ പോകാമെന്നാ ഓലെ മറ്റൊരു വാദം. മനസ്സിലായോ? ഓലെ കാറ്റ് കെട്ടിക്ക് കുഴപ്പമില്ല എന്നോലെ വാദം. നിങ്ങൾക്ക് ഓലെ കാറ്റ് കെട്ടാൻ പാടില്ല, അലർജിയാണ്. ഓൽക്ക് അലർജി ഒന്നുമില്ല. ആർക്ക് നിങ്ങൾ ഐക്യമായവർക്ക്. എന്നിട്ട് നിങ്ങളാ ഞങ്ങൾ ഐക്യം പഠിപ്പിക്കണ്ടേ? തന്നെ ആദർശം പഠിപ്പിക്കണ്ടേ? കാട്ടുകളാ, എന്താ അധികാരം എനിക്കുള്ളത്? പറയടാ മറുപടി. ആണാണെങ്കിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടേ പറയടാ. ഇതെന്താ മനസ്സിലാക്കിയത്? സ്റ്റേജ് മുഖേന എന്തും വിളിച്ചറിയാന്നോ? എൻ്റെ കുഞ്ഞാടുകളോട് പറഞ്ഞാൽ മതി. മറുപടി പറയാൻ പറ്റിയ ആൺകുട്ടികളെ കുറിച്ച് ജനിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പം ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പം നിങ്ങളെ നയപ്പങ്ങൾ കണ്ടില്ലേ? ഇവരയക്കായ ആളുകളെ നയം കണ്ടോളി. എന്നിട്ട് ഈ രണ്ട് കൂട്ടരും തിരിയില്ല. ഓരോ നയത്തിൽ തന്നെ ഉള്ളത് ഒരു ഒഫാത്തായി പോയി. ഇവർ നയത്തിൽ തന്നെ ഉള്ളത്. എന്നിട്ട് ഇവർ പോലെ ഐക്യായി. ആദർശയുടെ പ്രശ്നമില്ല. പിന്നെ എന്താ ആദർശമാണോ അങ്ങോട്ട് പഠിപ്പിക്കണ്ടേ? കാട്ടുകളെ സമിതിയോടാ ചോദിക്കണ്ടേ? എല്ലാ കാട്ടുകളന്മാരോടും. സമസ്തി ഇവിടെയുള്ള ജമാഅത്ത് മുജാഹിദും ഒക്കെ ചെറിയൊരു സംഘടനയാണ് എന്നാണ് ഈ പറഞ്ഞത്. ഇവിടുത്തെ സമസ്ത കൂടിയാൽ തന്നെ പ്രത്യേക സന്ദർഭത്തിൽ മുജാഹിദ് ജമാഅത്തായിട്ട് ഐക്യപ്പെടേണ്ട തരത്തിലില്ല എന്ന് ശംസുൽ ഉലമ കണ്ണീയത്ത് നമ്മൾ പഠിപ്പിച്ചുള്ളൂ. കാട്ടുകള്ളൻ സമത, ഇതാണ് നിങ്ങൾ ഐക്യായ ആദർശം. ഇതാണോ ശരി? അതാണോ ശരി? വഹാബികളുടെ കടുത്ത വെറുപ്പ്, വഹാബികളെ കാറ്റ് തട്ടാൻ പാടില്ല, അലർജി, വഹാബികളുടെ വൈക്ക് വരാൻ പാടില്ല. അനസുമലയോട് പറയട്ടില്ലേ? അതൊക്കെ നിങ്ങളെ കാട്ടുകളെ കൈ പിടിച്ചതിന് ശേഷം നടന്ന പ്രസംഗങ്ങൾ. അതൊക്കെ ഞങ്ങളെ കുട്ടിയിൽ നിൽപ്പുള്ളതല്ല. ഞങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. അതാണെന്ന് തെളിയിക്കാൻ ഒരു കുട്ടികൾക്ക് കഴിയൂല. മനസ്സിലായോ? അന്നെന്താ പറഞ്ഞേ? ഓലെ കാറ്റ് തട്ടാൻ പാടില്ല, ഓലുള്ള വൈക്ക് പോകാൻ പാടില്ല. എന്നാലോ നിങ്ങൾ ഐക്യായ ആളുകളോ ഒരു പ്രത്യേക സന്ദർഭത്തിലും സാഹചര്യത്തിലും ഓലെ കാറ്റും തട്ടാം, ഓലുള്ള വൈക്ക് പോവുകയും ചെയ്യാം, ഓലോട് ഐക്യാവും ചെയ്യാം. പിന്നെ എങ്ങനെയാടാ നിങ്ങൾ ഐക്യായത്? ഇതിൽ ആരെങ്കിലും മാറ്റിക്കണോ? ഇത് രണ്ടും അവിടെ നിലനിൽക്കുക നിങ്ങൾ ഐക്യായില്ലേ? ഇത് നിങ്ങൾ ആശയത്തോട് യോജിച്ചതാണോ? നിങ്ങൾ ആദർശത്തോട് യോജിച്ചതാണോ? അല്ലെങ്കിൽ തിരിക്കണം അറിയും ഞങ്ങൾ ആ ആശയത്തിലാണെന്ന് അറിയും. അല്ലെ ഓല് വരട്ടെ, ഒരു വഫാത്തായി പോയി, ഒലിഞ്ഞ് പറയാൻ വരില്ല. മനസ്സിലായോ? എന്നിട്ട് പോകാൻ നമ്മൾ ഐക്യം പഠിപ്പിക്കുക. പോകാൻ സമസ്തന്റെ ആദർശം പറഞ്ഞിട്ടോളി. സമസ്ത ദീനിന്റെ ആശയമാണ്. ആയിക്കോട്ടെ, ആ ആശയം ഞാൻ കാണിച്ചു തരാം. ഇത് അംഗീകരിക്കുവോ? കാട്ടുകള്ളം പറയട്ടെ. സമസ്തയുടെ ആദർശം അത് ദീനിന്റെ ആദർശമാണ്. കാട്ടുകള്ള, സമസ്തയുടെ ആദർശം എന്ന് പറഞ്ഞാൽ ദീനിന്റെ ആദർശമാണ് അല്ലേ? എന്നാ ഞാൻ സമസ്തന്റെ ആദർശം എന്ന് പറഞ്ഞിട്ട് ഐക്യായ ആള് ഒരു സംഗതി പറയുന്നുണ്ട്. ഇത് അംഗീകരിക്കുവോ? ആ ദീനിന്റെ ആശയം സമ്മതിക്കുവോ? ആദർശം സമ്മതിക്കുവോ? പിന്നെ എന്താ ഐക്യടാ ഹംകാജ് പറഞ്ഞേ? എന്താ ഐക്യത്തിന്റെ പറ്റി പറയണ്ടേ? ഇത് ഞങ്ങളെ ഐക്യം പഠിപ്പിക്കണ്ടേ? അതൊക്കെ എൻ്റെ കുരുവട്ടികളും പോലും മതി. മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ഐക്യം പഠിപ്പിക്കുക, ഞങ്ങൾ ആദർശം പഠിപ്പിക്കുക, ആദർശ ബന്ധം പഠിപ്പിക്കല്ലേ. സമസ്തയുടെ ആദർശം എന്ന് പറഞ്ഞാൽ അതിന്റെ ആദർശമാണ്. എന്നാൽ സമസ്തന്റെ ആദർശം പറഞ്ഞിട്ടോളി. ഇവരെ ഐക്യ ആളുകൾ ഇവർ സ്വീകരിക്കുവോ? ഇവരെ ആശയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് വരട്ടെ. അത് കണ്ടോളി, അത് കൂടി കാണണം. അപ്പോൾ ഇവരെ ഐക്യം, ഇവര് നമ്മളെ ഐക്യം പഠിപ്പിക്കുക. ഇവർക്ക് എന്തും പറ്റും. ഇവർക്ക് ആദർശം ഒന്നും ഇല്ല ഐക്യാണോർത്ത്. ഇവർ രണ്ടുകൂടെ ആദർശം ഞാൻ കാണിച്ചില്ലേ? ഒലക്കുകയും പാന്തു വെച്ചുകൂട്ടിയ മാതിരി. എങ്ങനെ എന്തേ യോജിപ്പുണ്ടോ? ഒരു യോജിപ്പില്ല. ഇങ്ങനത്തെ വിഷയം വരുമ്പോൾ പുത്തനാശയക്കാരും മറ്റും മറിച്ചുള്ള വിഷയം വരുമ്പോൾ അത് നമ്മളതിനെ എതിർക്കും. ഇങ്ങനത്തെ പൊതു വിഷയം വരുമ്പോൾ ഒറ്റക്കെട്ടായി നീങ്ങി എതിർത്തെങ്കിലും ഫലപ്പെടുള്ളൂ.
അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളെ ഒരു നമുക്ക് കാണിച്ചിരുന്ന വഴി. കോഴിക്കോട് മുമ്പ് ശരിയാത്ത പ്രശ്നം ഉണ്ടായപ്പോൾ പല ആളുകളും കൂട്ടിപ്പിടിച്ചതിനെ എതിർത്തു. അത് സമസ്തന്റെ ന്യായം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ശരിയാത്തിനെ കടന്നാക്രമിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളുള്ള അഭിപ്രായ വ്യത്യാസം മറന്ന് അതിനെ നേരിടാൻ ശ്രമിക്കണം. ഒരു പല്ലി ചാടിയാൽ ഒന്ന് ഒറ്റക്കടിച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരു നീർക്കോലി മറ്റു മറിച്ച് ചാടുകയാണെങ്കിൽ അതിന് കയ്യനുസരിച്ചാണ് നോക്കിയാൽ മതി. നേരെ മറിച്ച് ഒരു പെരുമ്പാമ്പ് ചാടുകയാണെങ്കിൽ എല്ലാവർക്കും അത് കേടാണെങ്കിൽ എല്ലാവരും കൂടി തല്ലണേനെ. അപ്പം അങ്ങനെ ശരിയാത്തിനെ തകരാറാക്കുന്ന കാലഘട്ടം സന്ദർഭം വരുമ്പോൾ നമ്മൾ ശാഖാപരമായ പുത്തനാശയം സുന്നത്തിയമായി തമ്മിലുള്ള ആ വിഷയം വെക്കാതെ ഒറ്റക്കെട്ടായി നീട്ടെങ്കിലേ വിജയിക്കുള്ളൂ എന്ന് കണ്ടാൽ അന്നലക്ക് ചെയ്യണം എന്നാണ് മഹാനായ ശംസുൽ ഉലമ തങ്ങളവർ നമ്മൾ പഠിപ്പിച്ചത്. കാട്ടുകൊള്ള സമസ്തയുടെ ആദർശം അത് ദീന്റെ ആദർശം തന്നെ എന്ന് പറഞ്ഞ എന്നോട് ചോദിക്കട്ടെ, ഇത് ഐക്യായ ആൾ പറയുന്ന സമസ്തയുടെ ആദർശമാണ് ഇത്. എന്ത് ഒരു പ്രത്യേക സന്ദർഭത്തിലും സാഹചര്യത്തിലും ഇവിടുത്തെ പൊതുവിഷയം വരുമ്പോൾ ഇവിടുത്തെ വഹാബികളും ജമാഅത്തുകാരും എല്ലാ അലവലാദികളെയും കൂട്ടിയിട്ട് ഐക്യമാകാം, ഓലക്ക കൂട്ടിയിട്ട് ഒറ്റക്കെട്ടായി നേരിടണം. അത് സമസ്തന്റെ ആദർശമാണ്. അത് ദീന്റെ ആദർശമാണല്ലോ. ഇജു അതൊരു ബന്ധമുണ്ടോ? അതിന്റെ ആദർശം അതാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് വേറെ ചോദിക്കാണ്ട് എറണാകുളം സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ ഇരുന്നപ്പം ജന്തിന് ചോദ്യം ചെയ്തു. സമസ്തന്റെ ആദർശല്ലേ? അന്റെ കാട്ടുകള്ളം ചോദ്യം ചെയ്തിട്ടില്ലേ? നിങ്ങൾ അതിനൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയിട്ടില്ലേ? സമസ്ത ആദർശം മറക്കരുത് എന്ന് പറയാണ്ട് പൊതുവിഷയത്തിൽ സമസ്തന്റെ ഉലമാക്കള് ഇപ്പുറത്തുള്ളവരൊക്കെ ഇരുന്നപ്പം അതിനെ ചോദ്യം ചെയ്ത അനക്ക് സമസ്തന്റെ ആദർശം ദീനാണ്, സുന്നത്തെ മായത്താണ്. സമസ്തന്റെ ആദർശം എന്ന് പറഞ്ഞാൽ അത് സുന്നത്തെ മായത്തിന്റെ ആദർശമാണ് എന്ന് പറഞ്ഞ എന്നോട് ജയിക്കായ ആൾ പറയുന്നത് ഇത് സമസ്തന്റെ ആദർശം തന്നെയാണ്. ഇത് ദീനാണോ അല്ലേ? ഇത് അംഗീകരിക്കണ്ടോ അല്ലേ? ഇതിൽ ആരാ തിരുത്തിയത്? ഈ പറഞ്ഞ ആളുകൾ തിരുത്തിയിട്ടുണ്ടോ? അല്ല നിങ്ങൾ തിരുത്തിയോ? ഒന്നുമില്ലാതെ ഞങ്ങൾ ശിർഷരിസ്ഥാന്റെ കൂടെയാണ്, ശംസുൽ ഉലമയുടെ ശരീഅത്താണ് ഞങ്ങൾ ശരീഅത്ത്, തരീഖത്തും മാരിഫത്തും ഹഖീഖത്തും ശംസുൽ ഉലമയുടേതാണെന്ന് പറഞ്ഞ നിങ്ങള് ഈ ആദർശം അംഗീകരിക്കണ്ടടാ. നിങ്ങൾ ഇത്ര കാലം ഇവിടെ പഠിപ്പിച്ചതിനെതിരല്ലേ ഇത്? അല്ലേ? ആര് തിരുത്തി? ആരും തിരുത്തിയിട്ടില്ല ഈ കാലം വരെ. എന്നിട്ട് അനക്ക് വരെ തയ്ക്കുക, എന്നിട്ട് ഇജ്ജ് ഞങ്ങളെ പഠിപ്പിക്കുക. മുട്ടുകളില്ലാത്ത ഇജ്ജ് ചെറുതില്ലാത്ത ഞങ്ങളെ പഠിപ്പിക്കുക അല്ലേ? ഇജ്ജ് ഐക്യമായി കഴിഞ്ഞു, ഞങ്ങൾ ഐക്യത്തിന് ശ്രമം നടക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കിക്കോ. ഇതൊന്ന് എത്ര ഉണ്ട്, എത്ര വിഷയങ്ങളിലുണ്ട് നമ്മളാ പഠിപ്പിക്കാൻ വരിക. അതിനൊന്നും ഇജ്ജും എൻ്റെ കൂടുതൽ ഒരൊറ്റ ആളും വളർന്നിട്ടില്ല. അത് മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ആദർശം പഠിപ്പിക്കാനും ആദർശ ബന്ധം പഠിപ്പിക്കാനും ഐക്യം പഠിപ്പിക്കാനൊന്നും എന്നെ ജീവല്ല, എന്നെ കാട്ടുകൾ നൗഷാദെന്നല്ല, അതിന്റെ അപ്പുറത്തുള്ള ആരെങ്കിലും പോലുമല്ല, ആർക്കും സാധ്യമല്ല. അല്ലെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയടാ. നിങ്ങളെ കൂടുതൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ കാട്ടുകളെ സമത് വരാൻ ധൈര്യം ഉണ്ടോ? മന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒലിച്ചും വിളക്കണ്ണ മുട്ടുന്നേ. സ്റ്റേജിൽ കയറിക്കാണ്ട് ആളില്ലാത്ത പോസ്റ്റ് കോടിച്ചില്ല. മനസ്സിലാക്കുക. അല്ല ഇരുത്തിയിട്ട് എൻ്റെ നെഞ്ഞത്തേക്കാണ് എൻ്റെ വോയിസ് വരണ്ടേ. എൻ്റെ ഫോറം നിർത്തി നോക്കിയാ എൻ്റെ കീശയിലുണ്ടാവും എൻ്റെ വോയിസ്, എൻ്റെ പോക്കറ്റിലുണ്ടാവും, കാട്ടുകളെ കുഞ്ഞാമിൻ്റെ പോക്കറ്റിലുണ്ടാവും. ഞാൻ ഇവിടുന്ന് ബോംബുകൾ. പക്ഷെ തടുക്കാൻ കഴിയില്ല, നിങ്ങൾ തൊള്ള തുറക്കാൻ കഴിയില്ല. ഈ ഇട്ട ക്ലിപ്പിൽ നിങ്ങളെ ആദർശവും ഓരോ ആദർശവും നിങ്ങൾ ഐക്യായ ഓരോ ആദർശത്തിന് പോലാത്. ഇതാരെങ്കിലും അപ്പുറത്തുള്ള തിരുത്തിയിട്ടാണോ നിങ്ങൾ ഐക്യായത്? ഇത് നിങ്ങൾക്ക് എന്ത് അധികാരം ഞങ്ങൾ ഐക്യം പഠിപ്പിക്കാൻ, ഞങ്ങൾ ഐക്യത്തിനെ കുറിച്ച് പറയാൻ? അത് മനസ്സിലാക്കിക്കോ. തൊള്ള തുറക്കുമ്പോൾ ആലോചിച്ചോളി. ബാക്കി ഞാൻ പിന്നെ തരുന്നുണ്ട്. ചേലക്കാതെ പോടാ അവിടുന്ന്. ആരാവ് പറയാന് ഇജ്ജത്ത് സുന്നത്തെ മാറ്റാൻ കഴിയേ? ചൂടായിട്ട് നമുക്കൊക്കെ പാടെ അങ്ങോട്ട് പോവാണ്.